ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുണ്ടക്കൈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് ഇവര് വന്നപ്പോ നമ്മൾ എല്ലാവരും കൂടി പോയ ആ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞ കൂട്ടുകാരെ, എനിക്ക് ഇത്രയും റിസ്ക് ഉള്ള ഏരിയയിലൊക്കെ ഇത്ര ഹൈറ്റ് അല്ലെങ്കിൽ വെള്ളം അങ്ങനെയൊക്കെയുള്ള റിസ്കി ഏരിയകളിലേക്കൊക്കെ പോകുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല കേട്ടോ. പക്ഷെ ഇവരെ 3 പേരെ സംബന്ധിച്ച് അശ്വിൻ ആ കൂടെ തന്നെയാണ് കേട്ടോ. ഇവര് 4 പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വള്ളിക്കെട്ടുണ്ടോ അതൊക്കെ പിടിക്കാൻ റെഡി ആയിട്ട് നടക്കുന്നവരാണ്. ധൈര്യത്തിന്റെ അങ്ങേയറ്റമാണ് ഇവർക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ എന്റെ പേടിക്ക് ഇവിടെ ഒരു പ്രസക്തിയുമില്ല. എന്നെ മാക്സിമം ഇവര് കളിയാക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ എനിക്കും കൂടി പോകാം. എന്റെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ലാത്തത് കൊണ്ട് ഞാൻ ഇവരുടെ കൂടെ പോകുക എന്നുള്ളത് മാത്രമേ നിവർത്തിയുള്ളൂ. അങ്ങനെ ഞാൻ പോയതാ. സത്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്നൊക്കെ ഞാൻ കണ്ണടച്ചിട്ട് നിരങ്ങുവാന്ന് പറയാം, അതേ രീതിയിലായിരുന്നു കേട്ടോ. ഇവര് ഭയങ്കര കളിയാക്കലും ശരിയായിരുന്നു. പക്ഷെ നമ്മൾ പോയത് വർത്താട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അത്രയേ മനോഹരമായ ഒരു എന്താ പറയാ, ഭൂമിയിലെ സ്വർഗം എന്ന് പറയാം, അതുപോലെയുള്ള ഒരു ഏരിയ ഒക്കെ ആണ് ഇത്. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടില്ലേ, മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ ആ സ്ഥലത്തിൽ നിന്നൊരു 2 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. ഇവിടെ ഇപ്പൊ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ഒരു രീതിയിലാണ് ഇത് കാണാൻ വേണ്ടി ആളുകൾ വരാറുണ്ട്. ആ കൂടെ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ ആ പ്ലേസുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഒത്തിരി പേരുടെ കഠിനാധ്വാനം അതെല്ലാം ഇട്ടെറിഞ്ഞ് ഇവിടുന്ന് പോയ ഒത്തിരി മനുഷ്യരുടെ വേദനകള്, വിഷമങ്ങള്, അതൊക്കെ തന്നെയായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടൊരു ഭയങ്കരമായൊരു ത്രില്ലോ സന്തോഷമോ ഒന്നും നമുക്ക് എന്താ പറയാ ഈ ഒരു പ്രദേശത്ത് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല. പാറയല്ല, ആ വെള്ള മണ്ണൊലിച്ചേക്കുന്നുണ്ട്. അവിടെ കണ്ടോ അവിടെ നിറച്ച് വീടുകളായിരുന്നു. ടൗൺ ഇങ്ങോട്ട് പൊട്ടി വന്നത്, അവിടുന്ന് പൊട്ടി വന്നതാണ് ഇവിടെ. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലമായിരിക്കുമല്ലോ. മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ എത്തി എല്ലാവരുടെ മനസ്സിലും ഭയങ്കരമായ ഒരു എന്തോ ഒരു ഭാരം നിറയും പോലെയായിരുന്നു കേട്ടോ. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ 2-3 ആഴ്ചകളോളം നമ്മൾ ഇതിങ്ങനെ രാവും പകലും ഇങ്ങനെ കണ്ടതുകൊണ്ട്, ടി വിയിൽ കണ്ടുകൊണ്ട് നമുക്കത് അറിയാം. എന്നാലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. പറഞ്ഞറിയിക്കാൻ വരാത്ത ഒരു ദുഃഖമായിരുന്നു മനസ്സിൽ കേട്ടോ, എല്ലാവരുടെ മുഖത്തും. നമ്മളൊരു ടൂർ പോകുന്ന ആ ഒരു ഫീൽ അല്ല നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് ഫീല് ചെയ്യുന്ന ഒരവസ്ഥ. എല്ലാവർക്കും അതേ മാനസികാവസ്ഥ തന്നെയായിരുന്നു. എല്ലാവരുടെ വർത്താനത്തിൽ നിന്നും മുഖഭാഗങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ ആയി പോയി വന്നത്, അതുകൊണ്ട് തന്നെ നല്ല പൊരി വെയിലായിരുന്നു കേട്ടോ. ഇവിടം വരെയാണ് യാത്രക്കാർക്ക് അവനവന്റെ വണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അവിടെ ഇങ്ങനെ നമ്മളിന്ന് വേർപെട്ട് പോയി അവരുടെ എല്ലാവരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് ഇവിടം വരെയാണ് നമുക്ക് യാത്ര ചെയ്ത് ഓൺ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ മുകളിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് ഒരു ദുർഘടമായ ഒരു ഇങ്ങനത്തെ ജീപ്പ് റോഡാണ് കേട്ടോ, പൊടിയൊക്കെ ആയിട്ട്. അപ്പൊ അവിടേക്ക് പിന്നെ അവിടെയുള്ളവർക്ക് കുറച്ചു പേർക്കെങ്കിലും അത് മാത്രമാണ് ഒരു എന്താ പറയാ ഒരു വരുമാന മാർഗം. അതുകൊണ്ട് നമുക്ക് ഓൺ വണ്ടിയിൽ അങ്ങോട്ടേക്ക് ആരെയും യാത്ര അനുവദിക്കത്തില്ല. ഇവിടെ വരുമ്പോൾ പ്രത്യേകത അന്നത്തെ വേലിപ്പാലം എന്ന് പറയുന്ന അതാണിത്. അത് നമുക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നും കേട്ടോ. കാരണം ഒത്തിരി ദൂരം ഇത്രയും കനമുള്ള ഇത്രയും ഇരുമ്പിന്റെ സാധനങ്ങൾ എങ്ങനെ ഇവിടെ എത്തിച്ചു. പിന്നെ ഇപ്പൊ മഴയൊക്കെ ഇല്ലാത്തപ്പോഴാണെങ്കിൽ ഇത് പിന്നെ എങ്ങനെയെങ്കിലും ഘടിപ്പിക്കാം. പക്ഷെ അന്ന് അത്രയും കുത്തിയൊലിക്കുന്ന മഴയും വെള്ളവും ഇതുപോലത്തെ ആ പ്രശ്നങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഇത് ഇവിടെ ഫിറ്റ് ചെയ്തത് എങ്ങനെയെന്ന് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഉപരി അത് ഭയങ്കര ഭാരമുള്ളതും വലിപ്പമുള്ളതും ഒക്കെയാണത്. നമുക്കത് തോന്നുമ്പോൾ അത് ടെക്നോളജിയും പിന്നെ അന്നത്തെ പട്ടാളക്കാർ അത് എത്രമാത്രം ശ്രമകരമായ ദൗത്യമായിരുന്നു എന്നൊക്കെ നമുക്ക് അത് നേരിട്ട് കാണുമ്പോൾ നമുക്കത് വല്ലാത്തൊരു അത്ഭുതമായിട്ട് തോന്നും കേട്ടോ. നമുക്ക് നേരിട്ട് കണ്ടാൽ പോലും നമുക്ക് മനസ്സിലങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തില് ആണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോഴും. എന്ത് വലിയ പാറകളൊക്കെ ഇത്രയും ദൂരേന്ന് ഇത്രയും അങ്ങനെ ഉരുണ്ട് വരുമ്പം അതിന്റെ അകത്ത് പെട്ടുപോയ മനുഷ്യരുടെ ഒരു വേദനയും ഒരു എന്തൊരു ഭീകരമായ ഒരു അന്തരീക്ഷമായിരിക്കും ഇപ്പോഴും അവിടെത്തെ ആ ഒരു സിറ്റുവേഷൻ കണ്ടോ, അതേപോലെ. അപ്പം അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത്രയും അതിന്റെ ഭീകരത നമുക്ക് നേരിട്ട് കണ്ടിട്ട് പോലും നമുക്കത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ആയിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അവിടെ നിൽക്കുമ്പോൾ. നമ്മൾ ആ ടി വിയിൽ കണ്ട സ്കൂളും അതും എല്ലാവരും ചർച്ച ചെയ്യുന്നത് തന്നെയായിരുന്നു കേട്ടോ. ഓരോ സിറ്റുവേഷൻസ് നമ്മൾ കണ്ടതാണ്. അത് നേരിട്ട് കാണുമ്പോൾ ആ ഒരു വല്ലാത്തൊരു ഭാരമായിരുന്നു മനസ്സിലെല്ലാവർക്കും എന്തായാലും. അങ്ങനെ എത്ര ആ ഒരു സ്ഥലം അതുപോലെ പാറക്കെട്ടുകൾ വന്നിട്ട് അങ്ങനെ അടിഞ്ഞു കിടക്കുന്നത് നോക്കിക്കുക. അതിന്റെ ഒരു
ഭീകരത നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. നേരെ കാണുമ്പോഴാണ് അത് എന്തു വലിയ പാറകളും ആ ഭീകരതയും ഒക്കെ നമുക്ക് മനസ്സിലാകാം. ഇത് കുറേ ദൂരം ഉണ്ട് കേട്ടോ ആ വേലിപ്പാലം എന്ന് പറയുന്നത്. അത് നമ്മളിങ്ങനെ നടന്ന അത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ജീപ്പാണ്. ജീപ്പ് മുകളിലേക്ക് ഒരു 2 കിലോമീറ്ററോ 2.5 കിലോമീറ്ററോളം മുകളിലാണ് നമ്മുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ ഒരു പിന്നെ കാണാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പം അത് കുറച്ചു പേർക്കെങ്കിലും അതൊരു വരുമാന മാർഗമാവുന്നത് കൊണ്ടാണ് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ആൾ താമസം ഒന്നുമില്ല. നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പം നമ്മുടെ ജീപ്പിന്റെ ഡ്രൈവർ അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ ആ മനസ്സിലെ ദുഃഖം ഇതുവരെ 1 ഇഞ്ച് പോലും കുറഞ്ഞിട്ടില്ല. അതേപോലെയാണ് പിന്നെ എല്ലാവരും തന്നെ ഇവിടുന്ന് വിട്ടുപോയി. ആരും ഇവിടെ ഇല്ല. എസ്റ്റേറ്റിൽ കുറച്ച് തൊഴിലാളികൾ മാത്രം, അതും പിന്നെ കേരളക്കാരല്ല, അല്ലാത്ത കുറച്ച് തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഒത്തിരി നേരം നമ്മൾ ഇവിടെ ചെലവഴിച്ചു കേട്ടോ. നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ട് മറികടന്ന് പോകാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അതുപോലെയായിരുന്നു. നമ്മൾ അത് തന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ ആ അന്നത്തെ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്ന് സംസാരിച്ച് അതിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു നമ്മളെല്ലാവരും കേട്ടോ. ഒത്തിരി സമയം ഇവിടെ എല്ലാവരും ചെലവഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് വരുന്നവരെല്ലാം കുറെ നേരം. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടൂറിന്റെ ഒരു ഫീലൊന്നും അല്ല നമുക്ക് തോന്നുന്നത്. നമ്മളൊരു ഈ ഒരു പിന്നെ ആ മനസ്സിലെ ഭാരത്തോടു കൂടി ആ സിറ്റുവേഷൻസ് ഒക്കെ ഒന്നോടെ നേരിട്ട് കാണുന്ന ഒരു അനുഭവം അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ നല്ല വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ ചുട്ടുപൊള്ളുന്ന ഒരു തരം വെയിൽ. അങ്ങനെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം. എന്നിട്ട് പിന്നെ നമ്മള് മുന്നോട്ടേക്ക് പോയി. ഇനിയിപ്പം നമുക്ക് ജീപ്പിന് കയറിയിട്ട് മുകളിലേക്ക് പോകണം. നോക്കുമ്പം അവിടുത്തെ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊടിയാണ് കേട്ടോ. ഇവിടുത്തെ പൊടിയൊക്കെ അടിച്ചിട്ടാണ് പിന്നെ ഇതുവരെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയിട്ടില്ല. ശരിക്കും എനിക്ക് ജലദോഷവും പനിയും പിടിച്ചത് ഒരു തരം കൊറോണ പോലെയുള്ള ഫീവർ ആയിപ്പോയി. അത്രയ്ക്ക് പൊടി ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഈ പൊടി മുഴുവൻ നമ്മള് ജീപ്പിലിരുന്നിട്ട് നമ്മൾ ഇത്രയും കുറെ കാലമായിട്ട് നമ്മളിങ്ങനെ ഇത്രയൊന്നും പൊടി അടിക്കുന്നില്ലല്ലോ. ജീപ്പ് യാത്ര അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇത്രയും പൊടിയുള്ള റോട്ടിൽ കൂടെ നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്യുന്നില്ലല്ലോ. ഇതുകൊണ്ട് കൂട്ടുകാരെ ഓരോ പാറയുടെ ആ വലിപ്പമൊക്കെ നോക്കിക്കേ. വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ അതിന്റെ ആ വലിപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു ആനയോളം വലിപ്പമുള്ള പാറകളാണ്. അതുപോലെയാണ്. എത്ര ദൂരമാണ്, എത്ര കിലോമീറ്റർ ആണ് അത് ഇങ്ങനെ ഒഴുകി വന്നത്. അതൊക്കെ അതിന്റെ ഭീകരതയൊക്കെ അവിടെ നിന്നാൽ മാത്രമേ നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് എല്ലാവരും അവിടെ ഇങ്ങനെ നോക്കി അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എന്തുമാത്രം ഭീകരത. അത് ഒരു വ്യത്യാസം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അവിടെ. അതൊന്നും റിമൂവ് ആക്കാനൊന്നും പറ്റത്തില്ലായിരിക്കും. അത്ര ഭാരമുള്ള സാധനങ്ങളല്ലേ പാറയൊക്കെ അങ്ങനെ അടിഞ്ഞു കിടക്കുന്നത്. അങ്ങനെ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തായാലും ജീപ്പിലേക്ക് കയറി പോകാം എന്നോർത്തു. ഇത്രയും നേരത്തെ ഇവിടെ ആരെങ്കിലും വിസിറ്റ് ചെയ്യുകയാണെങ്കിലും വരേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പൊരി വെയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കേട്ടോ. 1:30-2 മണി അങ്ങനെ ആ ടൈം ഭയങ്കര ദുരിതമാണ്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചുട്ടുപൊള്ളുന്ന വെയിലും പിന്നെ നമ്മള് പൊടിയടിച്ച് മുകളിലേക്ക് പോകും വേണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 6 മണി 6:30 വരെയൊക്കെ ടൈമുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോയാൽ മതി. ആ ഒരു രീതിയിൽ അവിടെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഒരു 6-7 ജീപ്പുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് പിന്നെ ഗസ്റ്റുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെ ചെറിയ പൈസയൊക്കെ തന്നെ ഇവര് മേടിക്കുന്നുള്ളൂ താനും. അങ്ങനെ നമ്മൾ ജീപ്പിൽ കയറിയിരുന്നു. അതിനുശേഷം നോക്കുമ്പോൾ ആ റോഡ് മുഴുവനും കടുത്ത പൊടിയാണ്. നമ്മളാരും മാസ്ക് എടുത്തിട്ടുമില്ല. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ട്രാവൽ തുടങ്ങി. ആദ്യമൊക്കെ പിന്നെ ഓക്കെ എന്ന് തോന്നി. പിന്നെ മുന്നോട്ട് പോകുന്നതോറും റോഡും ദുർഘടം, പൊടിയും ഭയങ്കരമായ പൊടിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ശ്വാസമുട്ട പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഭയങ്കര പ്രശ്നമാകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ. പൊടി കൂടി വരുവാണ് കേട്ടോ. ഒത്തിരി ഇങ്ങനെ ജീപ്പ് അതിൽ ഓടുന്നതുകൊണ്ടായിരിക്കും അത് വല്ലാത്തൊരു ഭയങ്കര പൊടിയൊക്കെ ആയിട്ടൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ അപ്പൊ പിന്നെ നമ്മള് അങ്ങനെ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ നമ്മള് മുകളിലേക്ക് പോണം. അപ്പം അത് ശരിക്കും ദുർഘട പാത തന്നെയാണ് കേട്ടോ. ജീപ്പിൽ മാത്രമേ പോകാനും പറ്റുള്ളൂ. അപ്പൊ വണ്ടിക്കൊന്നും അങ്ങനെ സാധാരണ പോലെ ഒരു വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ല. ജീപ്പ് തന്നെ ആയിരിക്കും അതിന് ബെസ്റ്റ്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോയി. അപ്പൊ നമ്മള് ഈ ഡ്രൈവറോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ പുള്ളിക്കാരൻ അവിടെയുള്ളവർക്ക് മാത്രമേ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ സിറ്റുവേഷൻ. അപ്പൊ പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ജീവിതമാർഗം തന്നെ ഉള്ളു. വേറെ വലിയ സമ്പാദ്യ മാർഗമൊന്നും ഉണ്ടാവില്ല. 8 ആള് ഗ്ലാസ് ബ്രിഡ്ജിന്റെ പിന്നെ ഓണർമാര് ഓരോരു 10 പണിക്കാരും വെച്ചത്. ഈ ജീപ്പ് ശരിക്കും അങ്ങോട്ട് കൊണ്ടുപോകാൻ മാത്രം. ഈ ജീപ്പ് ഇതൊക്കെ ഞങ്ങൾ വ്യവസ്ഥ എഴുതിയിട്ടാണ് ഈ ജീപ്പ് ഓടുന്നത്. എത്ര മണി വരെയുണ്ട് വൈകുന്നേരം ഇവിടുന്ന് ജീപ്പ് സർവീസ്? ഒരു 5:30-6 മണി വരെ. ആ ഗ്ലാസ് ബ്രിഡ്ജിൽ ഇത്ര സമയം എന്നൊക്കെ ഉണ്ടോ? ഇല്ല, അത്
ഞങ്ങൾ ക്യാപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് നേരം നമ്മളൊന്ന് വിളിക്കും, ഒരു റിക്വസ്റ്റ് ചെയ്യും. കാരണം ഇവിടെ വണ്ടികളില്ലെങ്കിൽ പെട്ടി അതൊക്കെ താമസം ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ആരും താമസം കൂടുതൽ നാശനഷ്ടം നമ്മുടെ വേലിപ്പാലത്തിന് മുകൾക്കാണ്. ഇവിടെ കുറച്ച് 13 പറഞ്ഞ ഈ വേലിപ്പാലത്തിന് താഴെ അപ്പൊ ഇപ്പൊ ഇതിന്റെ മേലെ തോട്ടം അല്ലാണ്ട് ഒന്നുമില്ല. ഒരു മനുഷ്യരിപ്പോ ഇവിടെ എസ്റ്റേറ്റിലൊരു പിന്നെ നോർത്ത് ഇന്ത്യൻ ആൾക്കാർ മാത്രം ഇവിടെ പണിക്കാരായിട്ട് ബംഗാളി ആസാമികളൊക്കെ. അല്ലാണ്ട് വീടോ ഒന്നും ഒരു പരിപാടി ഒന്നുമില്ല. ഗ്ലാസ് ബ്രിഡ്ജ് അല്ലാണ്ട് ജനങ്ങളൊന്നും ഇവിടെ താമസമില്ല, പണിയില്ല. ഗ്ലാസ് ബ്രിഡ്ജ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല മേലെ. പുള്ളിക്കാരന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് അവിടുത്തെ ഏകദേശം സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലായി. ഞങ്ങൾ അവിടെ എത്തുന്നവരെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ. പക്ഷെ അവിടുത്തെ പരിസരം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അത്ര മനോഹരമായ ഒരു അന്തരീക്ഷമാണ്. ആ ഉരുൾപൊട്ടലിന് മുമ്പ് ഇവിടെ നിറയെ ടൂറിസ്റ്റ് ഹോമുകളും ഭയങ്കര എന്താ പറയാ ഭയങ്കരമായിട്ട് നല്ല ഒരു സിറ്റുവേഷൻസ് ആയിട്ട് നിന്ന സ്ഥലമാണെന്ന് നമുക്ക് ഇപ്പൊ അതിൽ നടക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. പച്ചപ്പും കാണാനുള്ള ഭംഗിയും മലനിരകളും ഒക്കെ ഒരു ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്ന വിധത്തിലുള്ള ഒരു ഏരിയ തന്നെയാണ്. നമ്മൾ എവിടെയോ ചെന്ന പോലെ ഒരു കൊറിയയിലോ ജപ്പാനിലോ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലോ ഒക്കെ ചെന്ന ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ നോർമലി ഉള്ള ഒരു സിറ്റുവേഷനിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡിലാണ് നമ്മൾ ഇവിടെ വരുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ ഇപ്പൊ ഉരുൾപൊട്ടലിന് മുമ്പിലൊക്കെ ഇവിടെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളും ബാക്കിയുള്ള സ്റ്റേ ഹോമുകളും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഫീല് തന്നെയായിരിക്കും എല്ലാവർക്കും കൊണ്ടുവന്നിരിക്കുക. കാരണം അത്രയും മനോഹരമാണ് അവിടെ സ്ഥലം, അത് പറയാതെ വയ്യ, അത്രയ്ക്ക് പച്ചപ്പും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ നേരെ മുന്നോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. ആക്ച്വലി എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇത് ഭയങ്കരമായ വനമാണ്, ചുറ്റോട് ചുറ്റും ഫോറസ്റ്റ് ആണ്, അതിന്റെ ഇടയ്ക്കുള്ള ടീ എസ്റ്റേറ്റുകൾ അതൊക്കെ. പക്ഷെ വന്യമൃഗങ്ങളുടെ ഭയങ്കര ആവാസ കേന്ദ്രം തന്നെയാണ് ഇത്. അത് വയനാട്ടുകാർക്കും മനസ്സിലാവും. പക്ഷെ ഇവരെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അശ്വിന്റെ പിന്നെ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടിട്ടുണ്ട് വയനാട്ടിലെങ്ങും അല്ല എന്നുള്ള മട്ടിലാണ്. അത്രയ്ക്ക് ധൈര്യം ആണ് കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അങ്ങനെയാണ് ഇവര് പിന്നെ എന്ത് റിസ്കിലേക്ക് വള്ളിക്കെട്ടിലേക്കും ചാടാൻ റെഡി ആയിട്ട് നിൽക്കുന്ന 3 ടീമുകളാണ് കേട്ടോ. ഇവര് അങ്ങനെയാണ്, ഭയങ്കരമായിട്ട് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നത്, എന്ത് റിസ്ക് എടുക്കുന്നവരാണ്. അത്ര ഇവര് ട്രാവൽ ചെയ്യുന്നതാണ് എല്ലാ സ്ഥലത്തോടെ, അങ്ങനെ റിസ്ക് എടുത്ത് ട്രാവൽ ചെയ്യുന്നവരാണ് ഇവര്. അതുകൊണ്ട് ഇവർക്ക് പേടിയെന്ന് പറഞ്ഞ് ഇവർക്ക് കുത്തിവെച്ചാൽ പോലും ഇവരെ ബാധിക്കത്തില്ല. അങ്ങനെയാണ്. ഞാൻ മാത്രമാണ് ഇതിൽ ഭയങ്കര പേടിയായിട്ട് നടക്കുന്ന ആള് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മള് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറണം. ആദ്യം നമുക്ക് അത്ര പേടിയൊന്നും തോന്നത്തില്ല കേട്ടോ. ഓക്കെ കൂൾ എന്നുള്ള മട്ടിൽ കയറും. പക്ഷെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. ഇവര് പക്ഷെ വീട്ടിലെ റൂമിൽ നടക്കുന്ന ഒരു ലാഘവത്തോടെയായിരുന്നു അതിലെ ഓടിച്ചാടി നടക്കുന്നതും പിന്നെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് താഴേക്ക് നോക്കുമ്പം ഇതാ വീഡിയോയിലൊന്നും അതിന്റെ ഭീകരത കാണിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം താഴ്ചയില് ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് ഇതെങ്ങാനും പൊട്ടുമോ എന്നുള്ള പേടിയാണ്. പൊട്ടത്തില്ല എന്നാണ്. ഞാൻ കുറേ നേരം പിന്നെ ഈ സെക്യൂരിറ്റി ചേട്ടനോട് കുറേ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് ചേട്ടന്റെ ധൈര്യത്തിലാണ് ഞാൻ നടക്കുന്നത് കേട്ടോ. ഇതിൽ 1000 കിലോ വരെ ഭാരം താങ്ങാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ. അപ്പം അച്ഛൻ പറയുന്നുണ്ട് ആനയെക്കാളും കൂടുതൽ ഭാരം താങ്ങും, ധൈര്യമായിട്ട് പോലെ എന്നൊക്കെ. എന്നിട്ട് ഇടയ്ക്ക് ഇവര് പേടിപ്പിക്കുകയും ചെയ്യും. പൊട്ടിയാ തീർന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇവര് കൂളായിട്ട് പോകുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടുന്ന് കണ്ണടച്ചിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു ഇമാജിനേഷൻ കൊണ്ടുവന്നു. ഞാൻ വീട്ടിൽ നല്ല നിരന്ന ഫ്ലോറിൽ കൂടെ ഞാനിങ്ങനെ നടന്നു പോവാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ എന്റെ മനസ്സിൽ ഞാൻ എന്റെ മനസ്സിൽ സംസാരിച്ചുകൊണ്ട് ഞാനിപ്പോ റൂമിന് ഈ റൂമിലേക്ക് പോകും. ആ ഒരു രീതിയിലൊക്കെ. എന്നിട്ട് ഇവര് ഭയങ്കര ചിരിയും പരിഹാസം കളിയാക്കലും ആയിരുന്നു കേട്ടോ. ഞാൻ കണ്ണടച്ച് വരുന്നുണ്ടിട്ട് ഇവര് ഭയങ്കര കോവലും ചിരിയായിരുന്നു കേട്ടോ. 5 അതിന്റെ ഇടയ്ക്ക് എന്നെ പേടിപ്പിക്കുമായിരുന്നു കേട്ടോ. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു കേട്ടോ. ഞാൻ വരില്ല എന്നുള്ളെങ്കിൽ അവർക്കറിയാം. അങ്ങനെ വന്നേ പറ്റൂ എന്നും പറഞ്ഞ് അതിന്റെ ഇടയ്ക്ക് ഇവരെന്നെ ഭയങ്കര കളിയാക്കലും അങ്ങനെയൊക്കെ. ഇവര് കൂളായിട്ട് നടക്കും. എനിക്കിത് കണ്ടിട്ട് ഇവരെങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് എന്റെ ചിന്ത. അങ്ങനെയാണ്. അത് വെച്ചാൽ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് നിരങ്ങി കണ്ണൊക്കെ അടച്ച് എനിക്കറിയത്തില്ല എന്തിനാ ഞാൻ പിന്നെ ഇങ്ങനെ നടന്ന് കാണുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ, ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വരുന്നത്. പക്ഷെ എന്റെ പേടി കാരണം ഞാൻ കണ്ണടച്ച് കുറേ ദൂരം നടന്നു. ഇവനത് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇവരങ്ങ് എത്തി. അപ്പൊ പിന്നെ നോക്കുമ്പോ സെൽഫി എടുക്കണം, വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം. അപ്പൊ ഇവര് നിർബന്ധിക്കും എന്തായാലും അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ്. അങ്ങനെ അപ്പൊ പിന്നെ ഞാൻ കണ്ണു തുറന്ന് കുറച്ചു നേരമൊക്കെ അവിടെ നിന്ന് മനസ്സിലൊരു ധൈര്യമൊക്കെ സംഭരിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ഭംഗിയാണ് അവിടെ നിന്ന്.
ശരിക്കും നമ്മൾ സ്വർഗത്തിലേക്ക് അങ്ങ് നടന്നു പോകുമ്പോൾ അതേപോലത്തെ ഒരു ഫീലാണ് അങ്ങ് നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ദൂരെ കാണുന്ന മേഘങ്ങളും മലനിരകളും ഇത്രയും ഹൈറ്റും ഒക്കെ ആയിട്ട് വീഡിയോയിൽ അതിന്റെ ഹൈറ്റും അതിന്റെ ഭംഗിയൊന്നും എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല ആക്ച്വലി. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ്, വർത്താണ്. നമ്മൾ അവിടെ എത്തുന്നതും പോകുന്നതും വർത്താണ്, അത് ഉറപ്പാണ്. അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷെ എന്നെ പോലെ പേടിയുള്ളവർക്ക് ഇതുപോലെ നിരങ്ങിയും എഴഞ്ഞും ഒക്കെ അവിടെ നിന്ന് ഒരു ഹാഫ് പേടിയോടെ എൻജോയ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവര് 4 കൂളായിട്ട് പോയിട്ട് റൂമിൽ കൂടെ ഓടി നടക്കുമ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ് അവിടെ എത്തുന്നേ ഉള്ളൂ കേട്ടോ, പേടിച്ച് അങ്ങനെ അവിടെ നിന്ന് നിൽക്കുമ്പോൾ ഓക്കെ, പക്ഷെ നടക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും പേടിയാവും. ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഇത്. ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ചില്ല് പൊട്ടുന്ന പോലത്തെ ഫീല്. അത് പക്ഷെ അത്ര പേടി തോന്നത്തില്ല, കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ, വല്ലാതെ അങ്ങ് പൊട്ടി തകരുന്ന പോലെ. അങ്ങനെയല്ല, ഇതിന്റെ അടിയിലൊരു ലെയറും കൂടി കുറെ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് അത്ര ഭീകരത, അത് വലിയ ഭീകരത തോന്നത്തില്ല. അതായിരുന്നു എനിക്ക് ഏറ്റവും പേടി. നമ്മുടെ അഞ്ചുകുട്ടീന്റെ ചില സമയത്ത് സ്വഭാവം കണ്ടിട്ടുണ്ട്. ഈ ഞാനിവിടെ വളർത്തുന്ന ടുട്ടുപക്ഷീനെ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എന്തൊരു വാശിയും ദേഷ്യമാണോ ചില സമയത്ത് എന്ന് വെച്ചാൽ ഈ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ മാത്രം കേട്ടോ, അല്ലെങ്കിൽ അവള് ഭയങ്കര പാവാണ്. അങ്ങനെ കണ്ണുറക്കാൻ പറ്റണ്ട. കണ്ണാടി അശ്വിന് മേടിക്കാതെ നല്ല കണ്ണാടിയാ. അവനിപ്പോ കണ്ണുറക്കാൻ പറ്റൂല. അവനും കുഴപ്പമൊന്നുമില്ല, അവന് കണ്ണുറക്കാൻ പറ്റും. നമുക്ക് ഭയങ്കര ചൂട് വരുന്നത്. വെയില് കറക്റ്റ് വരും. ആ ഫോട്ടോ കൊള്ളൂല കേട്ടോ. അവനെടുത്ത് കൊടുക്കും. എന്റെ ആ ഫോട്ടോയില് കണ്ണാടി ഈ ഗ്ലാസ് വരാതെ ചിരിച്ചു മടുക്കൂട്ടോ. ലോകത്ത് എവിടെയും ഫോട്ടോ ഇടൂല, പക്ഷെ ഫോട്ടോ നന്നായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കുണ്ടാകൂട്ടോ. അത് കഴിഞ്ഞിട്ട് ഓരോ വട്ടം ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ അവിടെ നിന്നോണ്ട് ഇങ്ങനെ തോടി നോക്കും. എന്നിട്ട് ഒരു 10x ആക്കി അതിനൊരു കുറ്റം കണ്ടുപിടിച്ച് ഇവരോട് വഴക്കൂടും കേട്ടോ. ഇവരോടല്ല, അച്ഛനോടല്ല, അഞ്ചയോട് വഴക്കൂടും കേട്ടോ. ഇത് തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. എങ്ങനെ എന്തായാലും നല്ല രസമാണ്. എന്നിട്ട് പിന്നെ അശ്വൻ കുറേ ഫോട്ടോ കുറേ പോസിലൊക്കെ നിന്ന് എടുത്തു കൊടുക്കും. അതിലേതെങ്കിലും 1-2 തൃപ്തിയാവും. അങ്ങനെയൊക്കെയാണ് പിന്നെ സ്വയം സമാധാനിക്കുന്നത് കേട്ടോ. ഭയങ്കര രസമാണ് ഇതിന്റെ കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് കുറെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ ഭയങ്കര രസമാണ്. ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വൈകുന്നേരം ആകുമ്പോൾ കുറെ കൂടി തിരക്കാവുന്ന അവർ പറഞ്ഞു. എന്തായാലും നമ്മൾ പോയത് വർത്താണ്. അത്രയും ഭംഗിയാണ് അവിടെ നിന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോ കേട്ടോ. മേഘങ്ങളും കുന്നും പച്ചപ്പും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളി ഒരു ഫീല് തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് ഒത്തിരി നേരം ഈവൻ ഇത്രയും വെയിലായിട്ട് പോലും എല്ലാവരും ഇവർക്ക് പോരുന്നേ ഇല്ല. ഇവര് നോക്കി നിൽക്കോട്ടെ. പിന്നെ അങ്ങനെ എനിക്ക് എങ്ങനെയും ഇവിടെ നിന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ. കാരണം ഇവിടെ ചുറ്റും ആനയുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്, കരടിയുണ്ടോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ബാക്കി എല്ലാ വന്യമൃഗങ്ങളും ഇതിന്റെ ചുറ്റും ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി നേരം ഇവിടെ നിൽക്കുന്നതിനോടോ രാത്രിയാവുന്നതിനോടോ ഒന്നും എനിക്ക് താല്പര്യമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് എന്ന എന്റെ മനസ്സിൽ മുഴുവൻ കേട്ടോ. പിന്നെ നല്ല എരിപൊരി വെയിലുമാണ് കേട്ടോ. ഇവരാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയ ദിവസം പോയ മണിക്കൂറുകൾ എൻജോയ് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയുള്ളവരാണ് ഇവരെല്ലാവരും കേട്ടോ. അവർക്ക് പോരുന്നേ ഇല്ല. എവിടെ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെയാണ്. എത്ര സമയം വേണ്ടി സ്പെൻഡ് ചെയ്യും, ആ രീതിയാണ്. അങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എങ്ങനെയാലും ഞാൻ നിർബന്ധിക്കുകയാണ്, എങ്ങനെയാലും നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ഇവരത് കേട്ടപ്പോൾ നടക്കില്ല. എന്നിട്ട് ഇവരെന്ത് ചെയ്തു, വീണ്ടും ഒരു 50 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് 1 കിലോമീറ്റർ ദൂരെ ഇതില് ഹൈറ്റ് ഉള്ള ഒരു സ്ഥലമുണ്ട് പോലും. അവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹൈറ്റിലുള്ള സ്ഥലം കാണാമെന്ന് അവിടെ നിൽക്കുന്ന അവിടുത്തെ ഒരു ലേഡി പറഞ്ഞു, അവിടുത്തെ ഒരു വർക്കർ ലേഡി പറഞ്ഞു. അപ്പൊ ഇവരത് എടുത്തു. ടിക്കറ്റ് 50 രൂപയും കണ്ടേ ഉള്ളൂ. അങ്ങനെ എന്നിട്ട് ഒരു ആവശ്യമില്ലാതെ പിന്നെ നടക്കുവാണ്. ഇത് തന്നെ റിസ്കി ഏരിയ ആണ്. അപ്പൊ അവിടെ നിന്ന് വീണ്ടും നടക്കുവാണ്. ഇതിനകത്തോടെ ഈ ഒരു തോട്ടത്തിനകത്തോടെ നടക്കുവാണ്. ഇത് ഹൈ റിസ്ക് ആണെന്ന് എനിക്ക് ഉറപ്പായിട്ടറിയാം. അപ്പൊ എന്നെ ഇവര് മുഴുവനും പരിഹസിക്കാണ് കേട്ടോ. എനിക്ക് പേടിയായിട്ട് വയ്യ. പക്ഷെ എനിക്ക് അവിടെ നിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാനും പോയി. നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരു ഗൈഡ് സെക്യൂരിറ്റി ചേട്ടൻ പോലെ ഉണ്ട് കേട്ടോ. ആ ചേട്ടനോട് ചോദിച്ചപ്പോ ഇവിടെ ആനയുണ്ട്, പുലിയും കടുവ എല്ലാം ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. അതും കൂടി കേട്ടപ്പോ എന്റെ കാറ്റ് പോയി എന്ന് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ വരും രാത്രി. ബെസ്റ്റ്. പിന്നെ എന്ത് സുഖമായിട്ടാ പോകുന്നേ. ആനയും പുലിയും കടുവയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോവുക. പുലി കടുവ എല്ലപ്പോഴും വിസിറ്റ്. ആനയുടെ പെട്ടെന്ന് തിരിയാൻ പറ്റത്തില്ലെന്നാ കേട്ടത്. ഇങ്ങനെ ആനയുടെ പുറകിലോട്ട് ഓടിയാ എനിക്ക് ക്രോസ് ചെയ്ത് വരാൻ പറ്റത്തില്ലല്ലോ. എന്റെ അമ്മേ. തൊട്ടു മുമ്പിൽ ആനപ്പിണ്ടവും കൂടി കണ്ടതോടെ എന്റെ പേടി അതിന്റെ ഹൈ പീക്ക് ലെവലിലെത്തി. ആന അത് പോട്ടെ, കടുവയും പുലിയോ അത് പറ.
ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമ്മളിപ്പോ മുന്നോട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഏറ്റവും ഹൈറ്റ് ഉള്ള ഈ ഒരു സ്ഥലത്ത് എത്തുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു നിൽക്കാനൊക്കെ ഉള്ള ഒരു ടെന്റ് പോലെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ഇവിടുത്തെ ഹൈറ്റ് ഉള്ള ഒരു സ്ഥലം കേട്ടോ. ഇവിടെ നിന്നാ ചുറ്റും നമ്മൾ ഏതോ ഒരു രാജ്യത്ത് ചെന്നപ്പോഴത്തെ ഒരു ഫീലാട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ഒരു ചുമപ്പിന്റെ ചുമപ്പല്ല, ഒരു മങ്ങിയ കളർ. അത് തന്നെ തോന്നട്ടോ പൊട്ടി വന്നു അല്ലേ? ഈ ലെവലാ പിള്ളേര് പിന്നെ അതേ ഉള്ളൂ. അങ്ങോട്ടൊന്നും ഇല്ല. ഒരുമാതിരി സ്വർഗത്തിലെത്തിയ പോലെ ഉണ്ടല്ലേ. പുലി പറഞ്ഞില്ല അതിന്റെ അപ്പുറത്ത് തമിഴ്നാടാണ്. അല്ല മലപ്പുറം. അത് മലപ്പുറം. ഇത് മലപ്പുറം. ഈ ചെരുവ് കഴിഞ്ഞാൽ മലപ്പുറം. അവിടുന്ന് ബോഡിയൊക്കെ കിട്ടിയ കാരണം ഇതിൽ കൂടെ ചേലിയാറോ ഏതോ പുഴയില്ലേ, ചുളിയാറില്ല, അത് ഒഴുകി നേരം മലപ്പുറത്തെത്തി. ഈ മല കഴിഞ്ഞാൽ മലപ്പുറം. പറയാതിരിക്കാൻ വയ്യ കൂട്ടുകാരെ. അമേസിങ് അങ്ങനെ തന്നെ പറയേണ്ടി വരും കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ് അവിടെ നിൽക്കുമ്പോൾ. ഏറ്റവും ഹൈറ്റ് ഉള്ള സ്ഥലം തന്നെയാണത്. അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ എന്റെ ദൈവമേ, ഇത് വേറെ ഏതോ ഒരു രാജ്യത്ത് ചെന്ന ഒരു ഫീലാണ് നമുക്ക്. അത്ര ഭംഗിയെന്ന് വെച്ചാൽ അത്ര ഭംഗിയായിരുന്നത് പറയാതിരിക്കാൻ വയ്യ. നല്ല രസമാണ്. നല്ല ഒരു ഇളം കാറ്റും ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെയാണ്. ഈവൻ ഇപ്പൊ ഈ ഒരു 3 മണി 3:30 ആയിട്ടുള്ളൂ എങ്കിലും നല്ല ഒരു കാറ്റും അങ്ങനെയൊക്കെയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര മനസ്സിൽ പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൂ. ഇവരെന്ത് ചെയ്താൽ വരുന്നില്ല. അവസാനം ഞാൻ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ ആദ്യം കയറിയ ക്ലാസ് ബ്രിഡ്ജിന്റെ അടുത്ത് പോയിരിക്കും. അവിടെ കുറച്ചും കൂടി സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരെന്ത് ചെയ്താൽ വരുന്നില്ല. ഇവിടെ നിന്ന് സംസാരിച്ചോണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞേ. എന്നിട്ട് ഇവര് വരുന്നില്ല കേട്ടോ. ഞാൻ പോകില്ല എന്ന് ഇവർ ഓർത്തെ. പക്ഷെ ഞാൻ താഴെ ഇറങ്ങി കഴിഞ്ഞപ്പം സെക്യൂരിറ്റി ചേട്ടൻ എല്ലാരും കൂടി വരുമ്പോ മാത്രമാണ് ഗൈഡ് ആയിട്ടിരിക്കുന്ന ചേട്ടൻ ദൂരെ ഇരിപ്പുണ്ട് കേട്ടോ. ആ ചേട്ടൻ എല്ലാരും കൂടി വരുമ്പോഴാണ് തിരിച്ചു പോകാനിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവിടുന്ന് പിന്നെ 1.5 കിലോമീറ്റർ ഞാൻ തന്നെ നടക്കണ്ടേ ഗ്ലാസ് ബ്രിഡ്ജ് വരെ. അപ്പൊ അതും എനിക്ക് പേടിയായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ തൃശങ്കു സ്വർഗത്തിലായിട്ട് ഇവിടെ താഴെ വന്ന് ഇവിടെ കിടന്ന് വിളിയാട്ടോ, ഒന്ന് വായോ എന്ന് പറഞ്ഞു. ഞാൻ ഈ ചേട്ടനോട് സംസാരിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു ഇവിടെ എല്ലാം ഉണ്ട്, പുലിയും കടുവയും ഇത് ആന എല്ലാം വരുന്നതാ. ഇവിടെ ആനത്താരയാണ്. അതായത് ഇപ്പൊ അവരെ ഇറങ്ങി വരുന്ന ആ സ്ഥലമാണ് ആനത്താര എന്ന് പറയുന്നത്. ആന വരുകയും പോവുകയും ചെയ്യുന്ന വഴിയാണതെന്ന്. അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒരു 5-6 എണ്ണം വെച്ച് വരുമെന്ന്. അത് ഇന്ന് ഇച്ചിരി നേരത്തെ വന്നാൽ തീർന്നു. അതാണ് എന്റെ മനസ്സിലെ പേടി. ഇല്ല, ഇവര് വേറെ എവിടെയോ ടൂർ പോയാലും പറയാ. അവര് ഞങ്ങളുടെ അടുത്ത് വന്നതാ, വിസിറ്റിന് വന്ന. അവര് ആലപ്പുഴയാ, ഞങ്ങള് വയനാട്ട് തന്നെയാ. ചേട്ടൻ പറഞ്ഞ കേട്ടോ, കടുവ അധികം ഇല്ല, പുലിയാണ് ഇഷ്ടം പോലെ ഉള്ളതെന്ന്. ആന എപ്പോഴും ഈ ഭാഗത്ത് വരുന്നേന്ന്. 4-5 എണ്ണം വെച്ച് 6:30 എപ്പോഴും വരുന്നു. ഓ ഇല്ല, ഉപദ്രവിക്കില്ല. നിന്റെ അമ്മയുടെ മോനല്ലേ? ഓ അവനല്ലേ ഇല്ല. അവൻ കഴിഞ്ഞ ആഴ്ച സെൻസസ് എടുക്കാൻ പോയി ആനേന്റെ ഫാമിലിയിൽ. കൂട്ടുകാരുടെ ആനകളെ ആക്രമിക്കൂല, ആക്രമിക്കൂല. പുലിയോ പുലി പിന്നെ ആക്രമിക്കത്തേ ഇല്ല. അവരവിടെ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഇപ്പഴത്തെ നടന്നു പോകാം. അവര് ആഹാരം വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ആദിവാസികളുടെ വീട്. ലഞ്ച് ടൈം അല്ല, ലഞ്ച് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ചെയ്യത്തേ ഇല്ലെന്ന്. അപ്പൊ അവരൊന്നും മാറിയില്ല ഇവിടുന്ന്. കരടി മാത്രമേ ഉള്ളൂ ആക്രമിക്കുന്നത്. ഇങ്ങനത്തെ വീടാണോ? കരടി ഭയങ്കര ഡേഞ്ചറാണ്. എഴുന്നേറ്റാലേ ഉള്ളൂ. അത് ആദ്യം പോകണമെങ്കിൽ എഴുന്നേറ്റാ പോയി. അതല്ലേ കടഞ്ചേട്ടനൊക്കെ പറയുന്നത് കേട്ടോ, കൂളായിട്ട്. പുലിയും കടുവയൊക്കെ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, അരികടെ പോയാൽ മതി, അവർക്ക് വിശന്നാൽ മാത്രമേ പിടിക്കുള്ളൂ. എന്ത് കൂളായിട്ടാ പറയുന്നതൊക്കെ. എനിക്കിതൊക്കെ കേട്ടിട്ട് ചിരി വരുമായിരുന്നു കേട്ടോ. ഇവരെങ്ങനെയാണ് ഭയങ്കര അസാമാന്യ ധൈര്യമാണ് 3 എണ്ണത്തിലും. അശ്വിനും അങ്ങനെ തന്നെ. ഇതിൽ ഞാൻ മാത്രമാണ് ശരിക്കും ഭയങ്കര പേടിച്ചു പറയും. അപ്പൊ ഇത് പിന്നെ ബോച്ചയുടെ 1000 ഏക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതീ കൂടെയാണ് നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത്. ഇവിടെ കണ്ടോ ഈ ന്യൂ ഇയറിന്റെ എന്തോ ആഘോഷങ്ങളൊക്കെ നടത്തി എന്തൊക്കെയോ പൊളിച്ചു മാറ്റുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടലല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവരുടെ വണ്ടി ഇങ്ങനെ സ്വന്തം പാർക്ക് ചെയ്യുന്നത് കാണണം കേട്ടോ. അപ്പൊ അവൻ അതെന്നെ കാണിച്ചു തരുവാണേ.
അതെനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു വണ്ടി തന്നെ അങ്ങനെ പാർക്ക് ചെയ്യുന്നത്. ഞാനത് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തു അതൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്യാന്നോർത്ത്. എനിക്കിത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുക. വീട്ടിൽ വന്ന് പിന്നെ കുളിച്ച് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് രാത്രി നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകാൻ പ്ലാൻ ഉണ്ട് ബത്തേരിക്ക്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഒരു 4 മണി 4:30 ആക്ച്വലി ഈ ഒരു സമയത്താണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അത്രയും വെയിൽ ആറിയിട്ട് നമ്മൾ പോകുന്നതായിരുന്നു നല്ലത്. ഇതെന്തായാലും ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു കേട്ടോ. കാറ് സ്വന്തം പാർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതങ്ങനെ. അപ്പൊ ഇനി നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം. ഇവിടെ 1000 ഏക്കർ ഈ മുണ്ടക്കയോട് ചേർന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ തുരങ്കപാത വരുന്നുണ്ടല്ലോ കോഴിക്കോടിന്. അതൊക്കെ എൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം ഇവിടെയാണ് കേട്ടോ. അതിന്റെ പണികളൊക്കെ നടക്കുന്നതൊക്കെ നമ്മള് ആ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നപ്പോ കണ്ടു. പിന്നെ ഇത് ബോച്ചയുടെ 1000 ഏക്കർ എന്ന് പറയുന്ന അതിനകത്താണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ ഇവിടുന്ന് ഇനി ഫുഡ് കഴിച്ചിട്ട് ഈ ബോച്ചയുടെ ഒരു ഹോട്ടലിൽ എന്തോ തീ പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്തില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ ആ ഹോട്ടലിന്റെ അടുത്താണ് ഇപ്പം 10 പൊറോട്ട, ഒരു ബീഫ് കുരുമുളക്, ചിക്കൻ കറി, ഒരു കണവ റോസ്റ്റ് മതിയോ? ഫോൺ നമ്പർ. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വിശക്കൊന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഇന്ന് പോയ സ്ഥലത്ത് റെസ്റ്റോറന്റുകളോ ഹോട്ടലുകളോ ഒന്നുമില്ല. അവിടെ ആൾതാമസം ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ താഴെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടുന്ന് നമ്മൾ ജസ്റ്റ് കരിക്കും വെള്ളവും അതുപോലെ പായസവും അങ്ങനെ അത് മാത്രം കഴിച്ചു കേട്ടോ. അത് അങ്ങനെയുള്ളൂ. അവിടെ ഹോട്ടലുകളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ആ നാട്ടിലുള്ളവർ തന്നെ പിന്നെ ചെയ്യുന്ന അങ്ങനത്തെ കരിക്കും പിന്നെ ഈ പായസം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ കഴിച്ചിരുന്നു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ ഒത്തിരി സമയമാവുകയും ചെയ്തു. 4 മണി 4:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ കിട്ടിയതൊക്കെ നന്നായിട്ട് വയറ് നിറച്ച് കഴിച്ചിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങ് പോകാമെന്ന് ഓർത്തു. അത് അങ്ങനെ നമ്മൾ അവിടുന്ന് കഴിച്ചു. ശരിക്കും 3 മണി 4 മണി ആയപ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. മുകളിൽ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്ത് പോയിടത്തൊന്നും ഫുഡോ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. താഴെ ഇറങ്ങിയപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ചെറിയ ഗ്ലാസ് പായസം കുടിച്ചിരുന്നു. അവരവിടെ ആ ഗ്രാമവാസികൾ വിൽക്കുന്ന അങ്ങനത്തെ പായസം, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും തന്നെ അവർക്കിപ്പം ഉപജീവനത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരിതാണ്. അവർക്കൊക്കെ ഭയങ്കര ഒരു സാഡ്, അവരുടെയൊക്കെ മുഖത്തിൽ നിന്ന് വർത്താനത്തിൽ നിന്നും ഒക്കെ ഉണ്ട് കേട്ടോ. അവരാരും ശരിക്കും റിക്കവർ ആയിട്ടില്ല മനസ്സുകൊണ്ട്. അങ്ങനെയാണ്. അപ്പം നമ്മളവിടെ പിന്നെ പായസമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇങ്ങനെ പോകുന്നത്. അത് അവർക്കും ഒരു സഹായമാവും. നമ്മൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാന്ന് പറയുന്നത്. അല്ലാതെ ഹോട്ടലുകളോ റെസ്റ്റോറൻറ്റോ അങ്ങനെ ഒന്നും അവിടെ കണ്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ പോന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. വഴിക്കുന്ന കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. നല്ല രസം. പിന്നെ റോഡ് നല്ലതായിരുന്നു കേട്ടോ. ഈ 1000 ഏക്കർ അതികൂടെ എങ്ങാണ്ട് പുതുതായിട്ട് വെട്ടിയിരിക്കുന്ന റോഡാണ്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ ഇറങ്ങി അങ്ങനെയൊക്കെ. അപ്പം റോഡ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പൊടി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓക്കെ. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ പുറമെയൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രി നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും കേട്ടോ. ഒത്തിരി ലേറ്റ് ആയിട്ട് പിന്നെ നമ്മൾ കിടക്കുള്ളൂ. അഭിനയിക്കുന്ന അത് ഇല്ല. അടിച്ച് പൂസായിരിക്കാം. അവിടെ മൊത്തം പൂസായി എന്നുള്ള ആക്ഷൻ. എക്സ്ട്രാ ഡീസന്റ് ടച്ചിങ്സ്.